ഇന്ത്യൻ ചലച്ചിത്രത്തിന്റെ പിതാവ്, അദ്ദേഹത്തെക്കുറിച്ച് നോക്കാം നമുക്ക് ഇന്നത്തെ കാഴ്ചയിൽ. നമസ്കാരം. ഇന്ന് ഞാൻ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ നൽകുന്ന പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിനെ കുറിച്ചാണ്. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു പരമോന്നത ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. അപൂർവം ചിലവർക്ക് മാത്രമേ ഇതിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്ത്യയുടെ ചലച്ചിത്ര പിതാവ്, അതായത് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം സംവിധായകൻ, നിർമ്മാതാവ്, മേക്കപ്പ് മാൻ, വസ്ത്രാലങ്കാരം, അങ്ങനെ വിവിധ മേഖലകളിൽ വിസ്മയം സിനിമയിൽ സൃഷ്ടിച്ച ആളാണ് ദാദാ സാഹിബ് ഫാൽക്കെ എന്ന് പറയുന്ന ആള്. മഹാൻ എന്നാണ് പറയും. 1913 പുറത്തിറങ്ങിയ രാജ ഹരിചന്ദ്രയ എന്ന മുഴുനീളം സിനിമയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ എന്നറിയപ്പെടുന്നത്. അത് സൃഷ്ടിച്ചത് ഫാൽക്കെ ആണ്. ഇതൊരു ഫുൾ ലെങ്ത് ഫീച്ചർ സിനിമയായിരുന്നു ഇന്ത്യയിൽ. തുടർന്ന് കാളിയമർദ്ദനം, ലങ്കാദഹനം, സത്യവാൻ സാവിത്രി, ശ്രീകൃഷ്ണ ജന്മം, ഇങ്ങനെ തുടങ്ങി അനവധി സിനിമകൾ അദ്ദേഹം നിർമ്മിക്കുക ഉണ്ടായി. 1870 മറാഠി ബ്രാഹ്മണ കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. പിതാവ് ഒരു സംസ്കൃത പണ്ഡിതനും പുരോഹിതനുമായിരുന്നു. അമ്മ ദ്വാരകാബായ്. 7 മക്കളിൽ 6 പേരും പിതാവിന്റെ പാത പിന്തുടർന്നു, അതായത് പുരോഹിത വൃത്തിയിൽ ഏർപ്പെട്ടു. എന്നാൽ ഫാൽക്കെയ്ക്ക് കലയോടായിരുന്നു ഏറെ താല്പര്യം. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ചിത്രരചനയ്ക്കും ഓയിൽ പെയിന്റിങ്ങിനും ഒക്കെ ഉപരിപഠനം നടത്താനായിട്ട് പോയി. അങ്ങനെ ഇതിന്റെ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമാന്തര വേളയിൽ തന്നെ ഒരു ക്യാമറ വാങ്ങുകയും അതിനെക്കുറിച്ചുള്ള പ്രോസസ്സിങ്ങും പ്രിന്റിങ്ങും എന്നിവയിൽ പരീക്ഷണം നടത്തുകയും ചെയ്തു. ഈ അവസരത്തില് അക്കാലത്ത് ഗോദ്രയിലെ സമ്പന്ന കുടുംബമായ ദേശായി കുടുംബം ഇദ്ദേഹത്തിന് ഒരു ഫോട്ടോ സ്റ്റുഡിയോ ഇടാനുള്ള സ്ഥലം നൽകി. പകരം ആ കുടുംബത്തിന്റെ ഫാമിലി ഫോട്ടോഗ്രാഫറായിട്ട് ഫാൽക്കെ നിലകൊണ്ടു. അങ്ങനെ ദേശായി കുടുംബത്തിന്റെ ഫാമിലി ഫോട്ടോഗ്രാഫറായി സ്റ്റുഡിയോയിലും ഒക്കെ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ 1900 പ്ലാഗ് എന്നറിയപ്പെടുന്ന പകർച്ചവ്യാധി ഇന്ത്യയിൽ പടർന്നു പിടിക്കുന്നു. അതിലൂടെ ഈ പകർച്ചവ്യാധിയിൽ തന്റെ ഭാര്യയും മക്കളും നഷ്ടമാകും. ആ മനോവിഷമത്തിൽ കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹം ബറോഡയിലേക്ക് ചെല്ലുന്നു. അവിടെ നാടകവും മാജിക്കും ആയിട്ടൊക്കെ അദ്ദേഹം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ കുറച്ചു കാലം മാജിക്കും നാടകവുമായിട്ടൊക്കെ അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന അവസരത്തിൽ കിർലോസ്കർ നാടകവേദിയുടെ ഉടമയുടെ മകളെ അദ്ദേഹം വിവാഹം കഴിക്കുന്നു. ഇദ്ദേഹം 2ാമത് വിവാഹം കഴിക്കുന്നു. ഇത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ് ഉണ്ടായത്. ബറോഡയിലെ വച്ചുള്ള 2ാം വിവാഹത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു കാലം അദ്ദേഹത്തിന്റെ ജീവിതം നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ മകനോടൊപ്പം മുംബൈയിലെ ഗീർഗാവിലെ അമേരിക്ക ഇന്ത്യൻ പിക്ചർ പാലസിൽ ഒരു സിനിമ കാണാൻ അദ്ദേഹം പോയി. ഇത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഗതിവിഗതികൾ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. അവിടെ അമേസിംഗ് അനിമൽസ് എന്ന സിനിമ കണ്ടു. അടുത്ത ദിവസം ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്നറിയപ്പെടുന്ന സിനിമ കണ്ടു. ഈ 2 സിനിമയും കണ്ടതിന് ശേഷം സ്വന്തമായ ഒരു സിനിമ നമുക്ക് ഇന്ത്യയിൽ നിർമ്മിച്ചാൽ എന്ത് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ മുട്ടിട്ടു. ഇതിനായി അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് പഠിക്കുന്നതും സിനിമ എങ്ങനെ നിർമ്മിക്കണം അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ലണ്ടനിലേക്ക് യാത്രയായി. മറ്റ് കുറച്ചു പേരുടെ സഹായത്തോടു കൂടി, സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ലണ്ടനിലേക്ക് എത്തുന്നത്. അങ്ങനെ ലണ്ടനിലെത്തിയതിനു ശേഷം അദ്ദേഹം കാർബൺ വാൾട്ടൺ എന്നറിയപ്പെടുന്ന സ്റ്റുഡിയോയിൽ സിനിമയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയിട്ട്
തിരിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ വന്നതിന് ശേഷം അദ്ദേഹം ഫാൽക്കെ ഫിലിം കമ്പനി എന്ന പേരിൽ ഒരു ഫിലിം കമ്പനി ആരംഭിച്ചു. ചലച്ചിത്ര നിർമ്മാണ കമ്പനിയാണ് ഫാൽക്കെ ഫിലിം കമ്പനി, ചലച്ചിത്ര നിർമ്മാണ കമ്പനി അദ്ദേഹം ആരംഭിച്ചു. അങ്ങനെ 1913 ഏപ്രിൽ 21 അദ്ദേഹം മുംബൈയിലെ ഒളിമ്പിയ തിയേറ്ററിൽ രാജ ഹരിചന്ദ്ര എന്നറിയപ്പെടുന്ന സിനിമ നിർമ്മിച്ച് പുറത്തിറക്കി. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ഫുൾ ഫീച്ചർ ഫിലിമാണ് ഈ രാജ ഹരിചന്ദ്ര എന്നറിയപ്പെടുന്ന സിനിമ. അതിന്റെ സൃഷ്ടാവ് ഫാൽക്കെ ആയിരുന്നു. ഇത് വൻ വിജയമായിരുന്നു. ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ ഈ സിനിമ വൻ വിജയമാവുകയും ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിന് അടിത്തറ പാകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഇന്ത്യയുടെ ചലച്ചിത്ര പിതാവെന്ന് പിൽക്കാലത്ത് ചരിത്രം വിശേഷിപ്പിച്ചത്. 1944 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം അന്തരിച്ച് ഫാൽക്കെ അന്തരിച്ച് 4 നൂറ്റാണ്ടിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പരമോന്നത പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ സമുന്നതരായ വിവിധ ആക്ടേഴ്സും ചലച്ചിത്ര പ്രവർത്തകർക്കും ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആദ്യമായിട്ട് ഈ ഫാൽക്കെ അവാർഡ് കിട്ടുന്നത് നടി ദേവിക റാണിക്കായിരുന്നു ആദ്യമായിട്ട് ഈ അവാർഡ് കിട്ടുന്നത്. മലയാളത്തിൽ ആദ്യം കിട്ടുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ഇപ്പോൾ നമ്മുടെ മലയാളത്തിലെ മഹാനടനായ മോഹൻലാലിനും ഈ അവാർഡ് ലഭിക്കുകയുണ്ടായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.